ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ കുറച്ച് പേരുടെ അന്നദാതാവ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ഹൗസ് ഫാമിലിയാണ്. കാരണം ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന അവിടുത്തെ നമ്മുടെ രോഹിത് എന്ന് പറയുന്ന കൃഷ്ണേഷിനെ വെച്ച് ഇപ്പം എല്ലാം തിന്നുന്ന കുറേ ശവം തീനികൾ എന്ന് തന്നെ പറയുന്നത്. കാര്യം ഒരിക്കൽ പറയാറ് നമുക്ക് ഒരു റിയാക്ഷൻ നടത്തി ഒരുത്തിനെ അപമാനിക്കുന്നതിന് ഒരു പരിധിയില്ലേ. ചിലപ്പോൾ ഒരു കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ കാണും. അവന്റെ മെന്റൽ, അവന്റെ അല്ലെങ്കിൽ അവന്റെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ വിഷമം കൊണ്ടോ അവൻ അത് വെളിയിൽ വിട്ട് അവൻ ഒരു എല്ലാവരുടെ സ്വഭാവം ഒരേപോലെ ആവണമെന്നില്ല. നമുക്കൊരു സ്വഭാവമായിരിക്കും, ചിലപ്പോൾ വേറൊരാൾക്ക് വേറൊരു സ്വഭാവമായിരിക്കും. എല്ലാവരും നമ്മളെപ്പോലെ ആവണം അല്ലെങ്കിൽ എല്ലാവരും ഒരേ സ്വഭാവം ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കേസാണ്. പിന്നെ ഇതിനകത്താണ് ഇവിടെ അതുൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്. അവൻ അതിൻ്റെ കയറിയിരുന്ന് അവനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അമ്മയും പെങ്ങളെയാണ് ഇവ ദ്രോഹിച്ചത് തോന്നിപ്പോകും. ആ രീതിയിലാണ് ഇവന്റെ സംസാരം. അവന്റെ സംസാരം കേൾക്കുമ്പോൾ ഓവർ ആക്ടിങ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അവൻ പറയുന്ന ഒറ്റ അവന്റെ റീച്ച് കിട്ടും. കുറെ ചീത്ത വിളി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ റീച്ച് കിട്ടും. അതുകൊണ്ട് അവൻ കയറി ഇരുന്ന് പൊലയാട്ടാണ്. ഒരാളിനെ പറയുന്നതിന് ഒരു പരിധിയില്ല. ഇവനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? ഇവന്റെയൊക്കെ കുടുംബത്തിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനേക്കാൾ അപ്പുറം പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ അത് വെളിയിൽ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഏഹ് അപ്പം ഞാനിത് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് പ്രശ്നേഷിന്റെ ഫാമിലി പ്രശ്നേഷിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ കയറി ആക്രമിച്ചു. നമ്മുടെ പ്രശ്നേഷിന്റെ അനിയത്തിയെ 3-4 പ്രാവശ്യം മുഖത്തിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം. അതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഈ സൈഡിൽ പ്ലേ ചെയ്യാം. ആ വീഡിയോ എടുത്തു വെച്ചു. ആ വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയുടെ ലാസ്റ്റ് കാണാം. അത് കാണുന്നതും അടിക്കാൻ വരുവാണ് ചെയ്തത്, അടിക്കുകയാണ് ചെയ്തത്. കൊങ്കിയേറി പിടിക്കുമായിരുന്നു. ആ ഫോൺ എങ്ങനെയും വാങ്ങാന്നുള്ള ഉദ്ദേശം തന്നെ ആയിരുന്നു. ഞാൻ കൊടുത്തില്ല. കേട്ടാണല്ലോ. അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പ്രശ്നേഷ് പെങ്ങളെ കൈ വെച്ചിട്ടുണ്ടോ? മുഖത്ത് 4 പ്രാവശ്യം ഇടിച്ചിട്ടുണ്ടോ? ഇത് ഇവരുടെ വായിൽ നിന്ന് തന്നെ വെളി വന്നിട്ടുണ്ട്. നമുക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് പ്രശ്നേഷ് എന്തെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം അവനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചാർജ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ ഒരു കാരണം വെച്ചിട്ടാണ്. അതായത് പെങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിച്ചു അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പം അത് തന്നെ പറയുമ്പോഴത്തേക്കും അത് തന്നെ അപ്പൊ ഇവിടെ സത്യമല്ലെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാവും. ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അവ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണും അവന്റെ വീട്ടിൽ. പക്ഷെ അവ ഒരു പെണ്ണിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നുള്ള കേസാണ് അവൻ ജാമ്യമില്ല വകുപ്പ്. പിന്നെ അവൻ വീടൊന്നും കയറി ആക്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടിൽ കയറി ചിലപ്പോൾ വാതിൽ തട്ടി കാണും. അല്ലാതെ അവൻ വീടൊന്നും ആക്രമിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യുക്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഇവനെ വെച്ച് അന്നദാത ഇപ്പം കുറെ യൂട്യൂബേഴ്സിന്റെ അന്നദാതാവാണ് ഈ പ്രശ്നേഷ് എന്ന് പറയുന്ന പയ്യൻ. നമ്മളും ചെയ്തിട്ടുണ്ട് അവന്റെ ഒരു വീഡിയോ. അവൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം, ഈ കാര്യം മാത്രം വെളിവിട്ടു. അല്ലാതെ അവന്റെ കുടുംബ പ്രശ്നത്തിൽ കയറി വരവേണ്ട ഈ കാര്യമൊന്നും നമുക്ക് ആർക്കും ഇല്ല ഒരു യൂട്യൂബേഴ്സിന്. ഞാൻ എടുത്തു വെച്ചിട്ട് അവന്റെ വീഡിയോ എടുത്തിട്ട് മറ്റേ വേറെ എന്ത് പേരെനിക്കാറുണ്ട് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് എടുത്തു. ഇതിന്റെ പൊന്നെ അവൻ പറയാവൊന്നും ഇല്ലടേ. എന്തോന്നറിയ ഒരു മര്യാദ വേണ്ട ഇവനൊക്കെ. ഇവന്റെയൊക്കെ ഇവനൊക്കെ ഇതിന്റെ അപ്പുറം സാഹചര്യങ്ങളിൽ നിന്ന് വരണവരായിരിക്കും. പക്ഷെ ഇതൊന്നും അവര് വെളിയിൽ വിടുന്നില്ല. ഇവന്റെ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും, അത് വെളിയിൽ വിട്ടു എന്നുള്ളത് ശരി തന്നെയാണ്. അത് തെറ്റ് തന്നെയാണ്, തെറ്റല്ലെന്ന് പറയുന്നില്ല. അത് നമുക്ക് പറയേണ്ട ഭാഷയുണ്ട് അതിനൊക്കെ. ഒരുത്തനെ പറയേണ്ടതിന് ഒരു ഭാഷയുണ്ട്. ഈ അതുൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ അവനെ പറയാനൊന്നുമില്ല. അവന്റെ കൈ കിട്ടിയ അവൻ ഒരു വെല്ലിക്കോട്ടിനെ പോലെ ഇരിക്കുന്ന ഒരു അതുൽ വ്ലോഗ്സ്. അവന് കുറച്ച് താടി മാത്രം ഉണ്ടായിരുന്നു മുഖത്ത് കാണാൻ. ആ മോന്തെ പിടിച്ച് ചെമർക്ക് വരച്ചാൽ പോലും പ്രസ്റ്റേജിന്റെ കൈ തീരാനുള്ള കേസേ ഉള്ളൂ അവനൊക്കെ. എന്നിട്ട് വന്നിരുന്ന് കുരയ്ക്കണം. അവന്റെ ചീത്ത വിളി. അവൻ അവന് മറ്റേ ആൾക്കാരെ സ്വാധീനിക്കണമെങ്കിൽ അവൻ അങ്ങനെ പറയണം. ഞാൻ ആൾക്കാരെ ഇതാക്കാൻ വേണ്ടി, വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലുള്ള ഡയലോഗ് അടി മറ്റേ കൂട്ടിക്കയറുന്ന ഡയലോഗ് അടിക്കാൻ എല്ലാ ആൾക്കാർക്കും പറ്റും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പ്രശ്നേഷിനെ വിളിച്ചിട്ട് പറയടാ, നീ നിന്റെ അമ്മയും പെങ്ങളടിച്ചു, എനിക്ക് വിഷമമുണ്ട്, എനിക്ക് നിന്നെ അടിക്കണം എന്ന് പറയടാ. മറ്റേ ഇവന്റെ അമ്മയും പെങ്ങളെയാണ് അവൻ ഉപദ്രവിച്ചെന്നുള്ള രീതിയിലാണ് അവന്റെ സംസാരം. ഇവൻ എങ്ങനെയാണ് ഇത്രയും നല്ല രീതിയിൽ അവൻ പറയണത്? ഞാൻ കേട്ടു പറഞ്ഞു. ഇവനെ എന്റെ കൈ കിട്ടിക്കൊഞ്ഞു വരാം എന്ന കാരണം എന്താ ഇവ എന്തോ ഇവന്റെ അമ്മയും പെങ്ങളെയും കൊണ്ടുപോയി വീട്ടിലേക്ക് ഉപദ്രവിച്ചിട്ട് വന്നുള്ള രീതിയിലാണ് അവന്റെ സംസാരം. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. അവരുടെ പ്രശ്നം അവരുടെ കാര്യം. അവര് ഇനി ഈ വീഡിയോ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മളെ ചാനലിൽ ഒരു വീഡിയോ വരവുമില്ല. ഇനി എന്തെങ്കിലും ഏവൻ റിയാക്ഷൻ ചെയ്താലും അവരുടെ കാര്യം പറയുന്നത് ഈ വീഡിയോ എടുത്തിട്ട് അവർ റിയാക്ഷൻ ചെയ്താൽ മാത്രമേ ഇനി ഒരു വീഡിയോ വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അവരുടെ കുടുംബം അവരുടെ പ്രശ്നം, അവന്റെ ഫാമിലിയിൽ അവൻ ഉണ്ടാക്കുന്ന പ്രശ്നം. ഈ അമ്മയും പെങ്ങളും ഇത് ഒരു കള്ളം കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കുമ്പോൾ അവരുടെ ദേഹത്ത് ഉപദ്രവം ഏൽപ്പിക്കാതെ അവരത് ഉപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രശ്നേഷിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ അമ്മയുടെയും പെങ്ങളും കറക്റ്റാണോ എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ മകനെതിരെ കള്ളക്കേസ് കൊടുക്കുകയാണ് ഒരു അമ്മയും പെങ്ങളും എങ്കിൽ അവന് പ്രശ്നേഷിന് ചിലപ്പോൾ അങ്ങനെ കാര്യങ്ങൾ തോന്നിയതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം
നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രശ്നേഷ് ദേഹോപദ്രവൊന്നും ഏൽപ്പിച്ചിട്ടില്ല. വീട്ടിൽ കയറി സാധനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാക്കി കാണും. ഒരു വീഡിയോ എടുത്ത സമയത്ത് ഫോണിനെ പിടിച്ച് ചെയ്യണം, അല്ലാതെ ഫോണിൽ പിടിക്കുന്നതിന് ആ വീഡിയോ അവിടെ കട്ടായി പോയും കാണും. അപ്പോൾ അതിൻ്റെ എടുത്ത് വെച്ചിട്ട് അടിച്ചതാണെന്നുള്ള കാര്യം കാണിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കണ്ടുവച്ചിട്ടുള്ള നന്ദി, നമസ്കാരം. കണ്ടതാണ്. ദൃക്സാക്ഷികൾ എൻ്റെ അമ്മയും നാട്ടുകാരുമാണ്. അല്ലാണ്ട് അമ്മ മോനായതുകൊണ്ട് തന്നെ പോലീസിൽ പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പോലീസിലും പോയില്ല. ഡോക്ടറെയും കാണണ്ട എന്നുവെച്ചാൽ അവർ അവിടുന്ന് ഡയറക്റ്റ് കേസ് വിട്ടാലോ എന്നോർത്ത് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. ഇപ്പൊ അതൊക്കെ